അല്ലോ കാലൊക്കെ നോക്കിട്ടാ. കണ്ട വണ്ടി കണ്ടല്ലേ കോലം നോക്കിയാണ്. ഞാനിപ്പോൾ ഉള്ളത് മഡ്രൈസ് ആട്ടോ, നമ്മളെ അതായത് ഒരു എന്താ പറയുക കല്ലോട്ടുകുഴി ഉള്ള ഏരിയ. അവിടെ വണ്ടി റേസിങ് നമ്മൾ അന്ന് ചെറുവാടിത്തെ വീഡിയോ ഒക്കെ എടുത്ത പോലെ തന്നെ കേട്ടോ, സെറ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണാം. ഇത് കോഴിക്കോട് മാവൂർ ഒരു കുന്നിൻ്റെ മുകളിലാണ്. ഇവിടെ നമ്മൾ വന്നുള്ള ഓഫ് റോഡ് ജീപ്പിൻ്റെ ഒരു മത്സരം നടക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടി വന്നതാണ്. നല്ല പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മുന്നേ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടോളിട്ടോ മക്കളെ. പക്ഷെ നിങ്ങളെവിടെ സ്ഥലം? ഞാൻ പള്ളിത്തായ. എങ്ങനെയുണ്ട് പരിപാടി? അടിപൊളി അടിപൊളി. ഇവരുടെ കുന്നിൻ്റെ മുകളിലാട്ടാ. ഞാനിതിന് മേലെ കയറിയിട്ട് ഇവരോട് ചോദിക്കാം. എന്താ പേര്? പ്രവാസ്. പ്രവാസല്ലേ? എവിടെ നിന്ന്? മുണ്ടുപോയി. ഇവിടെ അടുത്താണ്. ഞാൻ പരപ്പനങ്ങാടി നിന്നാണ്. സെറ്റ് കേട്ടോ, അടിപൊളി. പരിപാടി ഉഷാറല്ലേ? ഓ ഉഷാർ. ആദ്യമായിട്ടാണ്? അല്ലല്ല, കാണാൻ വരെയുണ്ട്. വരുന്നുണ്ട് കേട്ടോ. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സംഭവം. അങ്ങോട്ട് കയറുക. അങ്ങോട്ട് വരും. ഇങ്ങോട്ടില്ലല്ലോ. അങ്ങോട്ട് പോയിട്ടോ. അടുത്തോട് ഒരു തോട്ടി കയ്യിൽ വെച്ചാ പോരെ. ഓടിക്കാളി മക്കളെ. വരും മകര്. അല്ലോ കാലൊക്കെ നോക്കിട്ടാ. അല്ലേ ഇറങ്ങാൻ ഈ ഒരു ഇവിടെ ഭയങ്കര കാണൂല. കാട് വെട്ടേണ്ടി വരും. ഉന്നയിച്ച് ഇറങ്ങി ഉന്തി കൊടുക്കടാ. ആ കുണ്ടില് വീണ് പെട്ടല്ലേ. ആ പെട്ട് വീച്ചാടേ. തള്ളിക്കോട് തള്ളിക്കോട്. നാലാള് ആവേശം കണ്ടില്ലേ നിങ്ങൾ? ആവേശം കണ്ടില്ലേ?
ബാക്ക് അടിക്കടാ. ബെൽറ്റ് ഇട്, MBD വരുന്നുണ്ട്. അല്ലോ പടച്ചോനെ. 25,000 പോരല്ല ഇതിന് ട്രോഫിയില്ല. 27 ട്രോഫി പോരല്ല. വണ്ടി നന്നാക്കാൻ തന്നെ ഉണ്ടാവും 1,00,000 രൂപ. അതെടുത്തിടുന്നു. ഒരു ഷോട്ട് വന്നിട്ടില്ല. അങ്ങനെ സംഭവം എന്താ വെച്ചാൽ എൻ്റെ മൈക്ക് ഓഫ് ആയി. അതാ സംഭവിച്ചത്. അപ്പോൾ പിന്നെ നമ്മളെന്തായാലും റെക്കോർഡിങ്ങിൽ വരിക അല്ലാതെ വേറെ രക്ഷയില്ല. നമ്മളത് അവിടെ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ അറിഞ്ഞതുമില്ല, മൈക്ക് ഓഫ് ആയതൊക്കെ മനസ്സിലായതില്ല. അങ്ങനെ ഞാൻ വീഡിയോസ് ഇടത് കണ്ടില്ല. ഇത് അടുത്തുനിന്ന് കണ്ടു നോക്കിയാൽ നമ്മൾ മേലെന്ന് കണ്ടില്ല ആ വ്യൂ ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തുനിന്ന് ഞാൻ കുറച്ച് ഭാഗങ്ങൾ എടുത്തിരുന്നു. അതെനിക്ക് വീഡിയോ നഷ്ടമായി. കാരണം ഞാൻ ഒരുപാട് അതിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ലൈവായിട്ട് ഒരുപാട് സൗണ്ട്സൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും കേൾക്കണില്ല. എന്തല്ല ഈ വണ്ടി പോണോക്കിയാണ് ഈ സെൻറ്ററിൽ കൂടി ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ട് അത് കാണാൻ തന്നെ രസമാണ് നോക്കണം. അത് പോണോക്കിയാണ് സെൻറ്ററിൽ വലിയൊരു കുഴി JCB വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ JCB വെച്ച് എനിക്ക് എൻ്റെ മോനെ ഇത് അവിടെ നിന്ന് കാണുന്ന ഫീൽ, അതിൻ്റെ സൗണ്ടും ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ എന്താ പറയുക, ഈ ഒരു എന്താ പറയുക സൗണ്ടിൻ്റെ ഒക്കെ എൻ്റെ മൈക്ക് ഓഫായി പോയത് ഞാൻ അറിഞ്ഞില്ല. അതെങ്ങനെയോ സംഭവിച്ചു. കുറേ ഇതിന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നത് റെക്കോർഡ് വോയിസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആരും പരിഭവപ്പെടേണ്ട. കുറച്ച് വീഡിയോസ് എനിക്ക് എന്തായാലും ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്നാലും കുറച്ച് വീഡിയോസ് ഇങ്ങനെ ആയിപ്പോയി. എന്താ ചെയ്യുക, ഇത് പോണത് കാണണം മക്കളെ. വേറെ ലെവലായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട സംഭവം. നമുക്ക് ഓഫ് റോഡ് പരിപാടികൾ മൊത്തം ഇഷ്ടമാണ്. ഇത് 25,000 റുപ്യേൻ്റെ ട്രോഫീൻ്റെ പരിപാടി. ആദ്യമായിട്ടാണ് ഇത്ര പ്രൈസിൻ്റെ ഒരു പരിപാടിക്ക് ഞാൻ പങ്കെടുക്കുന്നത്. ഞാൻ 2-3 പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ മഡ് റേസിലൊക്കെ, നമ്മളെ ചളി റേസിലൊക്കെ ഉണ്ടല്ലോ പാടത്തൊക്കെ. അതിൽ ഞാൻ പങ്കെടുത്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ചാനലിൽ പോയി കിടക്കുന്നുണ്ട്, അത് പോയി കണ്ടുപോയിക്കൊണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് പോകണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം. ഏതാല്ലേ, എന്തായാലും പൊടി പാറ്റിയ പരിപാടിയായി പോയി. ആൾക്കാർ ആരവായിരുന്നു കേട്ടോ മക്കളെ. അടിയിൽ വിട്ടേ വാഹനങ്ങൾ കാണും ഉണ്ടല്ലേ, ഇഷ്ടം പോലെ വണ്ടികളുണ്ട്, ഇത്രയും ജനങ്ങളുണ്ട്.
അമൽ ചാക്കോ, അമീൻ, റിയാസ്, സാബിർ സാദ്, നിസാം. ഈ വണ്ടിക്ക് പ്രൈസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ചെയ്ത വണ്ടിയാണ്. ചെറിയൊരു വണ്ടി കേട്ടോ, അധികമല്ല. കണ്ട വണ്ടി കണ്ടല്ലേ, കോളം നോക്കിയാണ് എങ്ങനെ ആവാണ്ടിരിച്ചത്. വേറെ സംഭവം 2 സീറ്റും ഉണ്ട്. ഇവിടെ അടിപൊളി സാധനം. ഇതാണ് ആ ഗ്രൗണ്ട് കേട്ടോ, കുന്നിൻ്റെ മുകളിൽ. ഇവിടെ കല്ലോട്ടുന്ന സ്ഥലമാണ്. ഇതല്ലോ കല്ലോട്ട് കുഴി തന്നെ പറയാം. കണ്ടില്ലേ, ഇതാണ് ട്രാക്ക്. ഇവിടെ ഒരു രണ്ടാമത്തെ റേസ് നടക്കുന്നുണ്ട്. 2 കാറ്റഗറി ആയിട്ടാണ് റേസിംഗ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഭാഗം ഞാൻ കാണിച്ചത് ഈ ഒരു ഭാഗത്ത്, അതായത് കല്ലോട്ട് കഴിഞ്ഞൊരു ഭാഗമാണ് അത്യാവശ്യം താഴ്ത്തിയിട്ടുള്ള. അവിടെ ജേസി വെച്ച് കുഴികളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക, ഓഫ് റോഡിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ മൊത്തം ചെയ്തൊരു ഭാഗമാണ് ഈ ഭാഗം. അപ്പോൾ ഈ രണ്ടിലും വിജയിക്കുന്ന ആളുകൾക്കാണ് ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് കേട്ടോ. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഒരു ജീപ്പിൻ്റെ ഒരു വർക്ക് ഇതാകുന്നുണ്ടല്ലേ, നടന്നുകൊണ്ട് നിൽക്കുകയാണ് അവിടെ പണി. അത്യാവശ്യം റിസ്ക് ഉള്ള മേഖല തന്നെയാണ്. ഒരുപാട് കുഴികളും ഇതൊക്കെ താണ്ടിയിട്ട് കയറിപ്പോകണം. എന്തായാലും 25,000 റുപ്യ ഒന്നും ഒരിക്കലും മുതലാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ വണ്ടി പോകുന്നത്. കാരണം ഹെൽമെറ്റും മറ്റു സേഫ്റ്റി കാര്യങ്ങളൊക്കെ ജീപ്പുകാർ കരുതണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. കണ്ടാൽ അത്ര കണ്ടില്ല വണ്ടി കേട് വരും എന്നുള്ള കാര്യം വേറെ ഉറപ്പാണ്. ഇതൊരു ക്രൈസാണ്. ഇത്രയും വലിയ പാറമ കൂടെയൊക്കെയാണ് ഈ വണ്ടിയൊക്കെ പോയി കഴിഞ്ഞുള്ള അവസ്ഥ എന്നാലോചിക്കാണ്. തവിട് പൊടിയാവും. അപ്പോൾ എന്തായാലും 1 ലക്ഷം റുപ്യേൻ്റെ ഇതൊക്കെ വെക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രൈസ് ഒക്കെ അടിച്ചെടുക്കുക എന്തെങ്കിലുമൊക്കെ മുതലാവുള്ളൂ. മറ്റേത് ഇത് കൊണ്ടുവന്ന് 3, 4, 5 ലക്ഷം പിന്നെ ഇറക്കി ഓരോരോ സംഭവങ്ങൾ പൊട്ടല്ലേ. ഇത് കൊണ്ടെടുക്കാൻ കുറച്ച് പണിയുണ്ട് വണ്ടി. അതിനുള്ള എണ്ണയും കാര്യങ്ങളും എല്ലാ സെറ്റപ്പും പൈസേൻ്റെ തന്നെയാണ്. കായ്ക്കാർക്ക് പറ്റും. സംഭവം ഞങ്ങൾ പൊട്ടി പാറ്റി പോവാണ്. പക്ഷേ ഈ ഒരു മണ്ണിൽ നടത്തുന്ന ഈ റേസിങ് ഞാൻ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല. നമ്മൾ പാടങ്ങളിലൊക്കെയുള്ള വീഡിയോസ് അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. മക്കളെ അടുത്ത റേസിങ് തുടങ്ങിയിട്ടുണ്ട്. ഒരു ജീപ്പ് ഇത് വരുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ ജീപ്പ്, നമ്മൾ സാധാരണ ജീപ്പുകളിൽ ആകെ 2 സീറ്റ്, പിന്നെ ബാക്കിൽ മറ്റുള്ള കുന്ത്രാണ്ടങ്ങളൊക്കെ ഉള്ള ജീപ്പ് തന്നെ. ഈ വാ ഇത് പോണ പോക്കൊക്കെയാണ്. ഈ ഒരു കുഴിയിൽ ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഈ തൊപ്പി എടുക്കണം. ഈ തൊപ്പി എടുത്തിട്ട് മുന്നേറാൻ പറ്റണം. അവിടെ വേഗതയാണ് വേണ്ടത്. പെട്ടെന്ന് തൊപ്പിയെടുത്ത് സെറ്റാക്കുക. പിന്നെ പെട്ടെന്ന് ഇതിന്ന് ഇറങ്ങാനും പറ്റില്ല. ഹെൽമെറ്റും കാര്യങ്ങളും അതും സേഫ്റ്റി ഒക്കെ ഉണ്ട്. ഇനി വണ്ടി എടുത്തുകൊണ്ട് വേഗം പറക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം ഈ കുഴിയിലൂടെ. എന്തായാലും ഇവർ കണ്ടെത്തിയ ലൊക്കേഷൻ ഏതായാലും അടിപൊളിയായിട്ടാണ്. നമ്മളൊരു സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയൊരു സംഭവം ലൊക്കേഷനാണ്. നമ്മളെ കോഴിക്കോട് മാവൂരിലാണ് ഈ സംഭവം ഉള്ളത്. ആളുകൾ മുകളിൽ ഇരിക്കണ്ടില്ലേ, കല്ല് വെട്ടിയ ഒരു ഏരിയ, ഒരു കുന്നാണ്. കുന്നിൻ്റെ ഏറ്റവും മുകളിൽ. ഇവിടെ വീടുകളൊന്നുമില്ല, ഇതിനായിട്ടുള്ളൊരു സെറ്റപ്പാക്കി ഇട്ടുകയാണ്. സംഭവം എന്തായാലും കൊള്ളാം. നമ്മളെ കേരളത്തിൽ ഇങ്ങനൊന്നും ആദ്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ ഓഫ് റോഡ് വാഹനങ്ങൾ തന്നെ കൂടി വന്നത്, അതിൻ്റെ മത്സരങ്ങൾ കൂടി വന്നതൊക്കെ. സംഭവം ഏതായാലും ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. യുവാക്കളാണ് ഇതിന് മെയിനായിട്ട് എൻ്റർടൈൻമെൻ്റ് ഉള്ള ആൾക്കാർ കേട്ടോ. സംഭവം നോക്കിയാണ് ഓരോരു സെറ്റപ്പിൽ പറക്കുക. അപകടങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ആംബുലൻസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ ഓവറായിട്ടുള്ള വർക്കും കാര്യങ്ങളും ചിലത് നമ്മൾ ഈ ഇംഗ്ലീഷ് ഫിലിം ഇതിൽ കാണുന്ന ഒരു പല പല നാടുകളിലൊക്കെ കാണുന്നുണ്ടല്ലോ, ആ ലെവലൊന്നുമില്ല. നോർമലായിട്ട് ഉള്ളൊരു പരിപാടി. എന്തായാലും ഇനി അടുത്ത വർഷങ്ങളിലൊക്കെ വരും. പണ്ട് ചെറുവാടിയിലായിരുന്നു നമ്മളുണ്ട്. ചെറുവാടി ഒരു പാടത്ത് കണ്ടമാന വണ്ടികൾ. ഇത് വണ്ടി കണ്ടിട്ട് പിന്നെ 4 വീല് മറ്റുള്ള ഫോർച്യൂണർ അടക്കം നമ്മൾ ഇറങ്ങി കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. സംഭവം വേറെ ലെവലായിരുന്നു. അതുപോലെ ഇതാവും പിന്നെ ചളിയും മറ്റുള്ളൊന്നും കയറില്ല. ഇങ്ങനെ പൊടിയും കാര്യങ്ങളും പാറമ തട്ടിയാലും അങ്ങനെ ഇങ്ങനെ ടയറിനൊക്കെ കംപ്ലൈന്റുകളും കാര്യങ്ങളൊക്കെ സംഭവിക്കല്.
മറ്റുള്ളത് വണ്ടി ആകെ എഞ്ചിനാകെ ഇരപ്പാണ് പരിപാടി എന്നാ മറ്റേ പരിപാടി മഡ് റേസിൽ. അതിന്റെ വീഡിയോ അതിന് മുന്നിലുണ്ട്, കണ്ടോളിട്ടോ. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഓരോരോ ട്രാക്കിലേക്ക് ഓടുന്ന സമയത്ത് മൈക്ക് ഓഫ് ആയി പോയതാണ് ഇപ്പം നമുക്ക് ഭയങ്കര സംഭവം. കാരണം വെച്ചാൽ ഒരുപാട് ആരവങ്ങൾ, ആളുകൾ കയ്യടികളൊക്കെ സംഭവം ഉണ്ടായിരുന്നു ഇവിടെ. വണ്ടി പോണ പോക്കുണ്ടെങ്കിൽ ഇതൊക്കെ കാണാൻ വേറെ രസമാണ് മക്കളെ. ഇതെത്ര ലോങ് നിന്ന് കാണുമ്പോണ്ടല്ലോ. അവിടെ ഡയറക്ടർ ഉണ്ടാവണം, അതിൻ്റെ ആ മുരൾച്ചയും കാര്യങ്ങളൊക്കെ. അത് ഇതിൻ്റെ മൈക്ക് ഓഫായി പോയി. അതാണ് ഏറ്റവും വലിയ സങ്കടമായി പോയത്. വണ്ടി കയറി പോകണമൊക്കെ നിങ്ങൾ ഇതാ രസം എന്ന് പറയുക. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ റെയറായതുകൊണ്ടാണ് നമുക്ക് ഇത്ര രസം. ഇത് എപ്പോഴും കാണുമ്പോൾ നമുക്ക് രസം ഉണ്ടാവില്ല, അത് വേറെ തന്നെയാണ്. പുതിയ തുടങ്ങിയിട്ടോ, പുതിയൊരു അടിപൊളി വണ്ടിയാണ് വരുന്നത്. നോക്കി നോക്കാം അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ നോക്കി നോക്കാം. ആള് കളറാവോ എന്താ നോക്കി നോക്കിയാ. അതൊക്കെയാണ് ഏകദേശം സമയം 6 മണി ആയിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ അങ്ങോട്ട് എത്തിപ്പെട്ടാണ്. കാരണം വെച്ചാൽ ഇത്രയും ലോങ് ഉണ്ട്. മവൂരിന്നും പോവാണ്ട് ഏകദേശം 2-3 കിലോമീറ്റർ കുന്നിൻ്റെ മേലേക്ക് കയറാൻ തന്നെ ഉണ്ട്. അതിൽ ഞങ്ങൾ വേറെ വൈബ് സംഭവം കേട്ടോ. തവിട് പൊടിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജിബർ സാധനം ഏജാതി സ്പീഡിലാണ് പോകണമെന്ന് അറിയാം സാധനം. നമ്മൾ നോർമൽ വണ്ടികൾക്കൊന്നും ഇതൊക്കെ കൂടെ പോകാൻ കഴിയില്ല. കല്ല് ഇതേത് കല്ലും കടന്നു പോകും. നല്ല എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർമാരും വേണം. ഈ പ്രോഗ്രാം ശരിക്കും നമ്മളെ സംസ്ഥാന സർക്കാരുകളൊക്കെ ഏറ്റെടുത്തിട്ട് ചെയ്യേണ്ട പരിപാടി. കാരണം ഒരുപാട് ആളുകളെടുത്ത് ഇന്നിപ്പോൾ ഓഫ് റോഡ് വാഹനങ്ങളുണ്ട്. നമുക്കിത് റോട്ടിലിറക്കാൻ പറ്റാത്ത ഗതികേടാണ് വരുന്നത്. കാരണം വെച്ചാൽ MVD പ്രശ്നമാക്കും. ഇപ്പോൾ MVDക്ക് ഞാനൊന്നും പറയണില്ല, അതുകൊണ്ടാണ്. അത്രയും ഇത് റോട്ടുമേൽ നടക്കുമ്പോൾ അതിനൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനത്തെ വണ്ടികൾ, കാരണം ഇങ്ങനത്തെ വണ്ടികളൊക്കെയാണ് നമുക്ക് ഒരു വെള്ളപ്പൊക്കം വന്നാലോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നാലോ ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനൊക്കെ. നമ്മൾ വയനാടൊക്കെ ദുരന്തം കണ്ടപ്പോൾ നമ്മൾ കണ്ട ഇങ്ങനത്തെ എത്ര വണ്ടികളാണ് നമ്മളെ രക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണക്കൂട്ടി ഇങ്ങനത്തെ വണ്ടികൾ പ്രത്യേക ലൈസൻസും കാര്യങ്ങളും രജിസ്ട്രേഷനൊക്കെ കൊടുക്കണം. അതായത് ഇവരുടെ ഇറക്കാൻ പാടില്ല, അങ്ങനെ ഇറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കണത്. അതൊക്കെ എന്താ പറയുക, അതൊക്കെ ഒരു വേറൊരു മൈൻഡ് തന്നെയാണ്. ആ മൈൻഡിലേക്കൊന്നും പോകാതെ നല്ല രീതിയിൽ നമ്മളെ ചെക്കന്മാരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. സംഭവം അടിപൊളിയാണ്, കാണാൻ രസമല്ലേ. ഈ വണ്ടികളെ കൊണ്ട് വലിയ ശല്യമില്ല, നമുക്ക് ഉപകാരപ്രദമായ വണ്ടികളാണത്. അതിലിതാ റേസിങ് ഇതാ അവസാനിക്കാൻ പോണ്. അടിപൊളിയായിട്ട് കയറി നോക്കിയാൽ ആ കുന്ന് കയറി കഴിഞ്ഞാൽ JCB വെച്ച് ഓരോരോ കുന്നുണ്ടാക്കാൻ തന്നെ കുറച്ച് മെനക്കെട്ടുണ്ടാവും. കുന്നും കുയ്യും കുണ്ടൊക്കെ. പിന്നെ മേലക്കൂട്ട് അങ്ങോട്ട് പോകും, തവിട്ട് പൊട്ടിയാവും. ലാസ്റ്റ് അവിടെ പോയി അവസാനിക്കും. ഇനിയൊരു കയറ്റുണ്ട്. ഈ കയറ്റം കൊണ്ട് കയറി കഴിഞ്ഞാലാണ് പൊന്നാര കേട്ടെ പോണ നോക്കിയാൽ ഇതിൻ്റെ സൗണ്ടൊക്കെ അതിൻ്റെ തൊട്ടടുത്ത് കേൾക്കണം നിങ്ങൾ. അപ്പോഴാണ് ഇത് മൈക്ക് ഓഫായി പോയത് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് മൈക്ക് ഓഫായി പോയത് വലിയൊരു സങ്കടം തന്നെ ആയിപ്പോയി. ചില ഭാഗങ്ങൾ കിട്ടിയെന്നല്ല, ചില ഭാഗങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടില്ല. ആ കയറ്റം കയറിയാണല്ലോ. ഞാൻ ലോങ് എന്നാണ് വീഡിയോ എടുത്ത് വെച്ചാൽ ഭയങ്കര സൗണ്ടാണ്. വണ്ടി വീഡിയോ കണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ, എങ്ങനെ അടിപൊളിയല്ലേ, അടിപൊളി സെറ്റപ്പാന്ന് എനിക്കും തോന്നി. എത്ര നേരം വൈകിപ്പോയി. അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സിനിമ ഷൂട്ടിങ്ങൊക്കെ നടക്കാൻ പറ്റിയ ഒരു ഏരിയ പോലത്തെ ഒരു ഏരിയ. സംഭവം അടിപൊളി. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്യുക. ബൈ.